നമസ്കാരം. നാഗവല്ലിയായി ആദില ബിഗ് ബോസ് ഹൗസിലെ വിചിത്രമായ കാഴ്ചകളാണ് ഓരോ ദിവസവും കാണുന്നത്. ഇവര് ഈ ടാസ്കിനപ്പുറം ഇവര് ഈ പരസ്പരമുള്ള വൈരാഗ്യം ഓരോ ദിവസവും അങ്ങനെ കത്തിക്കയറുകയാണ്. ബിഗ് ബോസ് ഇതൊക്കെ കണ്ട് രസിക്കുകയാന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഈ ഇപ്പൊ വന്ന പ്രൊമോയുടെ ഇത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദില കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പിന്നെ അനീഷ് വന്നിട്ട് പറഞ്ഞു പാത്രം കഴുകാൻ പറയുന്നു. പാത്രം കഴുകുന്നില്ല എന്നും പറഞ്ഞിട്ട് എതിർക്കുന്നു. അപ്പൊ ആ സമയത്ത് ആതിര എടുത്ത് ചോദിക്കുന്നു, പാത്രം കഴുകാൻ വരുന്നുണ്ടോ ഇല്ലയോ? അനീഷിന്റെ ചോദ്യമല്ലേ, വെട്ടൊന്ന് ഒറ്റയാനാണ്, വെട്ടൊന്ന് മുറിരണ്ട്. അനീഷ് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇല്ല വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിന്റെ സ്വഭാവം അറിയാമല്ലോ, അനീഷ് നേരെ പോയി പാത്രം കഴുകാൻ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഈ യക്ഷി കയറിയോ എനിക്കറിയത്തില്ല, അങ്ങോട്ട് ഒരു നാഗവല്ലിയായിട്ട് അങ്ങോട്ട് മാറി, ഗംഗയായി മാറിയിട്ട് ആ ബെഡൊക്കെ വലിച്ച് ഇത് ചെയ്യുന്നു. പിന്നെ തലയണ വലിച്ചെറിയുന്നു, ഷീറ്റ് വലിച്ചെറിയുന്നു, ഒരു സീൻ അവിടെ സൃഷ്ടിക്കുകയാണ് അതിൽ. ഇപ്പൊ പല രീതിയിൽ നോക്കുവാണെങ്കിൽ അവിടെ പല പ്രശ്നങ്ങൾക്കും പിന്നിൽ കളിച്ചിട്ടുള്ളത് ആദിലയാണെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയാം. ഏകദേശം പുറത്തു പോകാറായിട്ടുമുണ്ട്. അനീഷിനെ ഒന്നും ഒറ്റപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഇവരുടെ വൈരാഗ്യം കാണിച്ചിട്ടോ ഒന്നും അനീഷിന്റെ അടുത്തൊന്നും നടക്കത്തില്ല. ഇപ്പം നല്ല ടോപ്പിൽ നിൽക്കുന്ന, വോട്ടിങ്ങിൽ നല്ല ടോപ്പിലായി അനീഷൊക്കെ. ഷാനവാസ് 2ാം സ്ഥാനത്തൊക്കെ വന്നു. അതിന് പിന്നിലേ ഉള്ളു ഇവരൊക്കെ തന്നെ. അപ്പൊ ഇവരൊക്കെ എന്ത് കളിച്ചാലും ഇവർക്ക് ഒന്നും നേടാൻ പോകുന്നില്ല. എന്നിട്ട് ഈ ആദില അങ്ങോട്ട് യക്ഷി പോകുന്ന മാതിരി കിച്ചണിലേക്ക് ചെല്ലുന്നു. പാത്രം കഴുകിക്കൊണ്ട് നിന്ന ടബിനടുത്തോട്ട് ചെന്നിട്ട് ഒരു വെള്ളം ഇതിനകത്തോട്ട് വലിച്ച് ഒഴിക്കുന്നു. ആ വെള്ളം, ചളിയും വെള്ളം എല്ലാം കൂടെ അനീഷിന്റെ മുഖത്ത് വീഴുന്നു. അനീഷ് പക്ഷെ ഭയങ്കര ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ തിരിഞ്ഞു പോവാം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ബോട്ടിൽ എല്ലാം കൂടെ വലിച്ചെറിയുന്നത്. അപ്പൊ ഈ ആഴ്ച ഇതെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യും. കുറെ ചെയ്യേണ്ടാത്ത പ്രവർത്തികളിലേക്ക് ഒരുപക്ഷെ ഇവരെ തള്ളി വിടുകയാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അനീഷിന്റെ ഒക്കെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കണ്ടിട്ടാണ് ഈ പരിപാടിയിലേക്ക് അനീഷിനെ തള്ളി വിടുന്നത്. അനീഷ് ടോപ്പറായിട്ട് നിൽക്കുകയാണെന്നുള്ളത് ഇവർക്കൊക്കെ ഒരു ഹിന്റ് ഉണ്ട്. എങ്ങനെയൊക്കെയോ കിട്ടുന്നുണ്ട്. വെളിയിൽ നിന്ന് വരുന്നവർ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അകത്ത് തന്നെ മനസ്സിലാക്കുന്നതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ശരി, അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ അക്ബറാണ് ആദിലയുടെ മെയിൻ ശത്രു എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടെങ്കിലും അക്ബറിനോട് കളിക്കത്തില്ല. അക്ബർ ചിലപ്പം വെട്ടൊന്ന് മുറിരണ്ട്. ഇതിന്റെ അനീഷിന്റെ മാതിരിയുള്ള സംസാരമൊന്നുമല്ല, പച്ച വർത്താനം പറയാം. അതുകൊണ്ട് അനീഷ് പിന്നെ ആദില അക്ബറിനോട് കളിക്കത്തില്ല. ഈ ഇങ്ങേർക്ക് എന്ത് വഴക്ക് വന്നാലും സംസ്കാരമില്ലാത്ത ഒരു വേർഡ് ഉപയോഗിക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. അനീഷ് സപ്പോർട്ട് ചെയ്യുമല്ലോ. അനീഷ് വൃത്തിയോട് കഴിഞ്ഞ ദിവസം ബോട്ടെല്ലാം തകർത്തതൊക്കെ തെറ്റാണ്. പക്ഷെ അനീഷ് നല്ലൊരു പ്ലെയർ ആണ്, നല്ലൊരു ഗെയിമറാണ്. ബിഗ് ബോസിന് ഇഷ്ടമാണ്, നാട്ടുകാർക്ക് ഇഷ്ടമാണ്, വോട്ടിങ്ങിൽ ടോപ്പാണ്. അതിനിപ്പോ ഇവരെന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ കിച്ചനകത്തെ ആ സീനൊക്കെ നടക്കുന്നു. പിന്നെ അപ്പൊ അനീഷിന്റെ ആ ക്ഷമ നമ്മൾ കാണേണ്ടതാണ്. ഒരു സ്ത്രീയോട് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വലിയ ഇഷ്യൂസ് ആവും. സ്ത്രീ പുരുഷനോട് കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ ആക്ഷൻ ഇല്ല. ബിഗ് ബോസിന്റെ ഈ നയം തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ശരി, പിന്നെ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റി ഈ ആഴ്ചത്തിലെ ഇത് കൊടുക്കരുത്, ആർക്കും കിട്ടരുത്. ക്യാപ്റ്റനാകാൻ അനുമോൾക്കാണ് സാധ്യത. അപ്പൊ ക്യാപ്റ്റൻ അനുമോൾ വന്നു കഴിഞ്ഞാൽ അനുമോൾ അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുമല്ലോ, ഒരു ക്യാപ്റ്റൻസിയിൽ ഇത് വരുമല്ലോ, ഓൾറെഡി കിട്ടും. അപ്പൊ ഈ പവർ ആർക്കും കിട്ടാതെ പോകണം, പ്രത്യേകിച്ച് അക്ബറിന് കൊടുക്കരുത്. ഇതൊക്കെയാണ് ഇവരുടെ കുതന്ത്രമായ പരിപാടി. ഈ ആദില നൂറ ബന്ധം തന്നെ, ഈ ആദിലയുടെ ഈ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് തന്നെ സംശയമാണ് ഇവരെങ്ങനെ യോജിച്ചു പോകും. ആദിലയുടെ ഇത്രയും കുതന്ത്രങ്ങൾ മെരിഞ്ഞുള്ള പോക്ക് ജനത്തിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.